കോട്ടയം തീക്കോയിലെ നവജാത ശിശുക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതികൾ നേരത്തെ കണ്ണൂരിലും കുഞ്ഞിനെ വിറ്റെന്ന് കണ്ടെത്തൽ. ചക്കരക്കൽ സ്റ്റേഷൻ പരിധിയിലാണ് മാസങ്ങൾക്ക് മുന്നേ കുഞ്ഞിനെ വിറ്റത്. കേസിൽ ഇതുവരെ 4 പേരാണ് പിടിയിലായത്. അജിത് ബാബു ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഇപ്പോൾ കണ്ടെത്താനായിട്ടുള്ളത്? തീർച്ചയായും അതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിൽ ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ വിറ്റിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് ഏറ്റവും പ്രധാനമായും പരിശോധിച്ചത് കൂടുതൽ സ്ഥലത്ത് കുഞ്ഞുങ്ങളെ വിറ്റിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനയായിരുന്നു നടത്തിയത്. അതിലാണ് ഇപ്പോൾ കണ്ണൂരിലും സമാനമായി വിൽപ്പന നടത്തിയിട്ടുണ്ട്, സംഘം വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കണ്ടെത്തലിലേക്ക് എത്തുന്നത്. നിലവിൽ 4 പേർ കേസിൽ പ്രതികളായിട്ടുണ്ട്. അതിൽ 2 പേർ യുവതികളാണ്. ഇവരുൾപ്പെടെ നിന്ന് ഇടതല നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ വിറ്റത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പണം നൽകി ചില ആളുകളിൽ നിന്ന് ഇടപാടുകൾ നടത്തിയത് ഉൾപ്പെടെയുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ കേസുകൾ ഇവർ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലും ഇതിന്റെ ഭാഗമായി ഇവർ നടത്തിയ മുഴുവൻ ചാറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വഴി നടത്തിയ ഇടപാടുകളും എല്ലാം കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ഒരു പുതിയ കണ്ടെത്തൽ കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച വാർത്തയിലാണ് ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.